السلام عليكم ورحمة الله وبركاته. ഇസ്മായിലുൽ ഹഖ് അൽ ബറൂസവി തന്റെ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യദ്ഹഖു താറത്തൻ വയബ്കി ഉഖ്റാ, ചിലപ്പോൾ കരയുകയും ചിലപ്പോൾ ആ കുട്ടി ചിരിക്കുകയും ചെയ്യുന്നു. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഈ കുട്ടിയോടൊന്ന് സലാം പറയാമെന്ന്. പക്ഷേ ഫംതനഅത നഫ്സി തകബ്ബുറൻ, അപ്പോൾ എൻ്റെ നഫ്സ് ഇങ്ങനെ വിചാരിച്ചു, ഞാനിപ്പോൾ ഒരു വലിയ മനുഷ്യൻ, ഈ കുട്ടിയോട് ഇപ്പം എന്താ സലാം പറയാൻ? അതൊരു ചെറിയ കുട്ടിയല്ലേ, മണ്ണിൽ കളിക്കുന്ന കുട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി. ഫഖുൽതു, അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു, യാ നഫ്സു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അല സിഗാരി വൽ കിബാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കൊക്കെ സലാം പറയുമായിരുന്നല്ലോ. അപ്പോൾ നബി തങ്ങളുടെ സുന്നത്ത് ഞാനിപ്പോൾ ഒഴിവാക്കിയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഫസല്ലംതു അലൈഹി, ആ കുട്ടിയോട് വന്ന് വീണ്ടും സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ ആ കുട്ടി സലാം മടക്കി, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ മാലിക് ഇബ്നു ദിനാർ എന്ന് വിളിച്ചു. മാലിക് ഇബ്നു ദിനാർ തങ്ങളുടെ അള്ളാഹുവിൻ്റെ സലാമും റഹ്മത്തും ബർക്കത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയില്ല. പേര് വിളിച്ചുകൊണ്ടാണ് സലാം മടക്കിയത്. സലാമിൻ്റെ ഏറ്റവും പൂർണ്ണമായ വശമാണ് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നത്. നബിതങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശറ എന്നെണ്ണി. വേറൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ഇശ്റൂൻ എന്നെണ്ണി സലാം മടക്കിയിട്ട്. വേറൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ സലാം മടക്കിയിട്ട് സലാസൂൻ എന്നെണ്ണി. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? ആദ്യത്തെ ആൾ വന്നിട്ട് 10, 20, 30 എന്നിങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഏറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ അതിന് 10 കൂലിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന് 20 കൂലിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊരാൾ പറഞ്ഞാൽ അവന് 30 കൂലിയുണ്ട്. അപ്പോൾ ഓരോരുത്തരും സലാം എന്ന് പറഞ്ഞപ്പോൾ ഓരോ സ്റ്റൈലിലായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സലാമിൻ്റെ കൂലിയാണ് ഞാൻ ആ എണ്ണിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. സലാമിനോടൊപ്പം വമഗ്ഫിറത്തുഹു എന്നുകൂടി കൂട്ടി പറയൽ സുന്നത്തുണ്ട് എന്ന് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറത്തുഹു എന്നും കൂടി പറയൽ സുന്നത്തുണ്ടെന്നാണ്. അപ്പോൾ 40 കൂടി ഉണ്ടാവും. ഏതായിരുന്നാലും ഈ കുഞ്ഞൻ സലാം മടക്കിയപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ മാലിക് ഇബ്നു ദിനാർ എന്ന് പേര് വിളിച്ചിട്ട് സലാം മടക്കി. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു പറയണം, മിൻ ഐന അറഫ്തനി വലം തകുൻ റഅയ്തനി, അല്ല കുട്ടിക്ക് എങ്ങനെ എന്നെ അറിയാം, നേരത്തെ എങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു, ഹൈസു ഇൽതഖതു റൂഹി ബിറൂഹിക ഫീ ആലമിൽ മലകൂത്ത്, കാണാതെ ഞാനും നിങ്ങളൊക്കെ ആലമുൽ മലക്കൂത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നല്ലോ. ഖുർആൻ പറയുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത്, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും
അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് ലോകത്ത് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യന്മാരെയും കേവലം ഒരു തന്മാത്രകളായിട്ട് ആദം നബിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയെന്നാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും സംഗമിച്ച ഒരിടം ഉണ്ടായിട്ടുണ്ട്. അത് ആലമുൽ അർവാഹാണ്. ബാപ്പായുടെയും മുതുകിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ മുമ്പ് തന്മാത്രകളായി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആലമുൽ അർവാഹിൽ. അന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കണമായിരുന്നു. ഫഅറഫ ബൈനി വബൈനകൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിപ്പുള്ള അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തി. ഈ കുട്ടി മറുപടി പറയുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു. കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ കുറച്ച് അന്തമുള്ള കുട്ടിയെപ്പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ആഴം അളക്കാൻ വേണ്ടി, വിവരത്തിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മഹാനവരുകൾ ഒരു ചോദ്യം ചോദിച്ചു. മൽ ഫർഖു ബൈനൽ അഖ്ലി വൻ നഫ്സി. ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് കുട്ടിക്ക് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. മാലിക് ബിൻ ദിനാർ പറയാണ്, ഖാല, അപ്പോൾ പറഞ്ഞു, നഫ്സുകല്ലതി മനഅതുക അനിസ്സലാമി. ശരീരത്തിൻ്റെയും നിങ്ങളുടെ ബുദ്ധിയുടെയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങളെൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ആദ്യം സലാം പറഞ്ഞില്ലല്ലോ. അതിന് പ്രചോദനമായത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരം അഹന്തത കാണിച്ചു. എന്താ പോലൊക്കെ സലാം പറയും, അത് ചെറിയ കുട്ടിയല്ലേ. അതാണ് നിങ്ങളുടെ ശരീരം, അതാണ് നഫ്സ്. അതേസമയം അഖ്ലുക്കല്ലദീ ബഅസക അലൈഹി. ഓ, നബിതങ്ങൾ കുട്ടികളോടും സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഇട്ട് തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ മടങ്ങിയിട്ട് സലാം പറഞ്ഞു. അത് നിങ്ങളുടെ ബുദ്ധി. ഇതാണ് ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ശരീരം എപ്പോഴും തിന്മയിലേക്ക് കൊണ്ടുപോകും, അറിവും ബുദ്ധിയും എപ്പോഴും നന്മയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ചുരുക്കി പറയുന്നത്. അതാണ് കുട്ടി മറുപടി പറഞ്ഞത്. അഖ്ലുക്കല്ലദീ ബഅസക അലൈഹി. സലാം പറയാൻ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ബുദ്ധി. അതേസമയം കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അഹന്ത നടിച്ചു പോയില്ലേ, അത് നിങ്ങളുടെ ശരീരം. ഇതാണ് നമ്മളുടെ വ്യത്യാസം. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദ്യവും മറുപടി ഒന്നുകൂടി ഉഷാറായല്ലോ, കുട്ടിക്ക് നല്ല അന്തമുണ്ടെന്ന് മനസ്സിലായി. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, മാ ബാലുക തൽഅബു ബിഹാദ തുറാബ്. അല്ല, എന്താ മോൻ്റെ അവസ്ഥ? ഇത്രയൊക്കെ ബുദ്ധിയും കഥയൊക്കെ ഉണ്ടായിട്ട് ഈ മണ്ണിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണോ? എന്താ മണ്ണിൽ കളിക്കുന്നതെന്ന് വെച്ചു. ഫഖാല, അപ്പോൾ പറഞ്ഞു, ലിഅന്നാ മിൻഹു ഖുലിഖ്നാ. മണ്ണിൽ കളിക്കാതിരിക്കണെങ്ങനെ? നമ്മളെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടല്ലേ. വഇലൈഹി നഊദു, ഇനി മണ്ണിലേക്ക് തന്നെയല്ലേ നമ്മൾ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ മണ്ണിൽ കളിക്കുകയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മറുപടിയാണ് പറയണത്. എന്താ മണ്ണിൽ കളിക്കണമെന്ന് ചോദിച്ചപ്പം, മണ്ണിൽ തന്നെയല്ലേ കളിക്കേണ്ടത്, മണ്ണ് കൊണ്ടല്ലേ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്, ഇനി മണ്ണിലേക്ക് തന്നെയല്ലേ നമ്മൾ തിരിച്ചു വരിക. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അല്ലേ, ഒരു മനുഷ്യനെ മറമാടുന്ന സമയത്ത് 3 പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഖബറിലേക്ക് എറിയുമ്പോൾ നമ്മൾ പറയുന്ന സുന്നത്താണല്ലോ. മിൻഹാ ഖലഖ്നാകും, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു. വഫീഹാ നുഈദുകും, ഇപ്പോൾ ഇതാ മണ്ണിലേക്ക് തന്നെ മടക്കിയിരിക്കുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ഇനി ഈ മണ്ണിൽ നിന്നും നിന്നെ പുറപ്പെടുവിക്കുന്ന മറ്റൊരു സമയം വരുന്നുണ്ട് എന്ന് പറയുന്ന സുന്നത്തുണ്ട്. അപ്പോൾ അതിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കുട്ടി പറയുന്നത്, അന്നാ മിൻഹു ഖുലിഖ്നാ വഇലൈഹി നഊദ്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഇനി മണ്ണിലേക്ക് തന്നെ വരും. അപ്പം മണ്ണിൽ തന്നെ കളി, പിന്നെ എവിടെ കളിക്കാനാ? ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അറാക തദ്ഹകു താറത്തൻ വതബ്കി ഉഖ്റാ. അല്ല, ചിലപ്പോൾ ഇങ്ങനെ കരയുന്നു, ചിലപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നു, അതെന്താന്ന് വെച്ചു.
അറാക്ക തദ്ഹകു താരത്തൻ വതബ്കി ഉഖ്റ, നീ കുറച്ചു നേരം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കരയുന്നുണ്ട്, പിന്നെയും ചിരിക്കുന്നുണ്ട്, പിന്നെയും കരയുന്നുണ്ട്, അതെന്താ? ഖാല, അപ്പോൾ ആ കുട്ടി ചോദിച്ചു, നഅം, അതെ, ഇദാ ദക്കർതു അദാബ റബ്ബി ബക്കൈതു, പടച്ചവന് എൻ്റെ റബ്ബിൻ്റെ ശിക്ഷ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ്. വഇദാ ദക്കർതു റഹ്മതഹു ലഹിഖ്തു, അല്ലാഹു എനിക്ക് ചെയ്ത റഹ്മത്ത് ആലോചിക്കുമ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്യുന്നു. ഫഖുൽതു, മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ വലദി, എൻ്റെ പൊന്നു മോനെ, അയ്യു ദംബിൻ ലക ഹത്താ തബ്കിയ, നീ ഇത്രമാത്രം കരയാൻ നിനക്കൊക്കെ എന്തു പാപമാണ്? നീ ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ആ കുട്ടി പറഞ്ഞു, യാ മാലിക് ലാ തഖുൽ ഹാകദാ, മാലിക് ഇബ്നു ദിനാർ തങ്ങളെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇങ്ങനത്തെ വർത്താനം പറയരുത് കേട്ടോ. ഫഇന്നി റഅയ്തു ഉമ്മി ലാ തൂഖിദുൽ ഹതബൽ കിബാറ ഇല്ലാ വമഅഹുൽ ഹതബുസ് സിഗാർ. നിങ്ങൾ കണ്ടില്ലേ? ഫഇന്നി റഅയ്തു ഉമ്മി, എൻ്റെ ഉമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാ തൂഖിദുൽ ഹതബൽ കിബാറ ഇല്ലാ വമഅഹുൽ ഹതബുസ് സിഗാർ. ഉമ്മ ഇങ്ങനെ അടുപ്പിൽ തീ കൊളുത്തുന്ന സമയത്ത് വലിയ വലിയ വിറകുകൾ വെക്കുമ്പോൾ തീ പിടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പൂളുകൾ വെച്ച് കൊടുക്കുന്നു, മരക്കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നു. അപ്പം വലിയ ആടുകൾ നരകത്ത് പോകുമ്പോൾ ചെറിയ കുട്ടികളും അതിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പാഠമാണിത്. എൻ്റെ ഉമ്മ അങ്ങനെ വിറക് കത്തിക്കുമ്പോൾ, അടുപ്പിൽ കത്തിക്കുമ്പോൾ വലിയ വിറക് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വിറക് ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ഇടയിൽ. അപ്പോൾ ആര് പറഞ്ഞു വലിയ ആൾക്കാർ മാത്രമേ നരകത്ത് പോവുള്ളൂ എന്ന്? ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ചെറിയ ആളുകളും പോകുമെന്നാണ്. അതുകൊണ്ട് നരകത്തെ പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഈ കുട്ടി മറുപടി പറയുകയുണ്ടായി. ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ ഒരു സംഭാഷണമാണെങ്കിലും ഒരുപാട് വിവരങ്ങളും സന്ദേശങ്ങളും നൽകുന്ന ഒരു സംഭവമാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന്, ആ മനുഷ്യനിനി മടങ്ങുന്നതും മണ്ണിലേക്ക്. മാത്രമല്ല, ലോകത്ത് ഉള്ള എല്ലാ മനുഷ്യരും ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂടിയ ഒരു സംഗമം ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യന്മാരും. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആദം നബി അലൈഹി സ്വലാമിൻ്റെ, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക്, ആദം നബി അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വന്നു. അപ്പോൾ യാദർച്ഛികമായി വന്നു പോയതാണ്. അപ്പോൾ ചോദിച്ചു, അല്ല, സമയമൊക്കെ അടുത്ത് വരാനായല്ലോ, നിങ്ങൾ ആയുസ് തീരാൻ പോവുകയാണ്. അങ്ങനെ ഒരു കുശലാന്വേഷണം നടത്തിയപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല, ഇനിയും 40 കൊല്ലം ഉണ്ടല്ലോ, 1000 വർഷം ഉണ്ട് എന്നല്ല എനിക്ക് വിവരറിയിച്ചത്. 1000 വർഷം എനിക്ക് ആയുസുണ്ട് എന്ന് വിവരറിയിച്ചിട്ടുണ്ട്. 960 ഇനിയും 40 കൊല്ലം ബാക്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അസ്റായീൽ ചോദിച്ചു, അല്ല, ആലമുൽ അർവാഹിൽ നിങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചില്ല ഇത് ആരുടെ ആത്മാവാണ്? അപ്പോൾ ദാവൂദിൻ്റേതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പരിലസിക്കുന്ന പ്രകാശം പരത്തുന്ന ആത്മാവിനെ കണ്ടപ്പോൾ എത്ര ആയുസുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ 60 എന്ന് പറഞ്ഞപ്പോൾ, റബ്ബേ 60 ഉള്ളൂ, എനിക്കെത്ര ആയുസുണ്ട്? 1000 ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു 40 കൊടുത്തിട്ട് ഒരു 100 ഇരിക്കട്ടെ എന്ന് നിങ്ങൾ ആലമുൽ അർവാഹിൽ സംഭാവന ചെയ്തത് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, എൻ്റെ ആയുസ് ഞാൻ വേറെ ആൾക്ക് സംഭാവന ചെയ്യും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതിനെ നിഷേധിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിന് മറവി സംഭവിച്ചു. അത് മനുഷ്യൻ്റെ ഒരു കൂടപ്പിറവിയാണ്. ഇൻസാൻ എന്നാണ് അറബിയിൽ പറയാം, ഇൻസാൻ, മനുഷ്യനെ. പക്ഷെ ഇൻസാൻ എന്ന പദം നിഷ്പന്നമായത്
നിസ്യാൻ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു കൂടപ്പിറവിയാണ് മറവി. മറവിയില്ലായിരുന്നെങ്കിൽ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? മറന്നിട്ടല്ലല്ലോ ഇപ്പം നമ്മൾ ആഖിറത്തെ മറക്കുന്നതുകൊണ്ടാണല്ലോ മനുഷ്യൻ പാപം ചെയ്യുന്നത്. ഒരു പ്രസവ വേദനയെ മറന്നിട്ടാണല്ലോ പെണ്ണ് പിന്നെയും ഭർത്താവുമായി ശാരീരികമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പ്രസവത്തിൻ്റെ വേദന എങ്ങാനും ആ പെണ്ണിനെ അറിയെങ്കിൽ ആ പെണ്ണ് പിന്നെ ശാരീരികമായി ഭർത്താവുമായി ബന്ധപ്പെടാൻ സഹകരിക്കുമോ? ഇല്ല. ആ സമയത്തൊക്കെ അല്ലാഹു തആല അങ്ങ് മറപ്പിച്ച് കളയാൻ. ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു. വലിയ വലിയ സംഭവങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം കേൾക്കും അതിന് മുമ്പത്തെല്ലാം നമ്മളങ്ങ് മറന്നുപോകും. അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അത് അല്ലാഹു തആല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൊടുത്ത ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞു, മനുഷ്യന് മറവി എന്ന് പറയുന്ന ഒരു സംഗതി പിടികൂടി. ആദം നബി അലൈഹി ഇസ്ലാമിന് മറവി ഉണ്ടായി. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മറവിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായിരുന്നാലും ഈ ചെറിയ ഒരു കുട്ടി അതുവരെ ഉൾക്കൊണ്ട പാഠത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അദാബ് പേടിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തൗഫീഖും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. റഹ്മുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രയാസങ്ങളും നീ നീക്കം ചെയ്യണേ റഹ്മാനെ. സൗഖ്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയും കൂലിയും ഇബാദത്തും മുടങ്ങുന്ന വിധത്തിലുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.